ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾക്ക് മോഷണ കഥകൾ അത് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള കഥകൾ കേൾക്കാനായിട്ട് വല്ലാത്തൊരു ത്രില്ല് തന്നെയാണല്ലേ. എന്തായാലും ഇത്തവണ നിങ്ങൾ കാണാൻ പോകുന്ന ഈ മോഷ്ടാക്കളുണ്ടല്ലോ, എന്നും കാണുന്നത് പോലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള, പിന്നെ കുറെ എക്യുപ്മെന്റ്സും ഒരു ടീമൊക്കെ ഉള്ള അങ്ങനെയുള്ള വലിയൊരു കള്ളന്മാരുടെ കൂട്ടൊന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു ഗ്രാമവാസികൾ. ഇത്തവണ ഇവരാണ് വലിയൊരു കവർച്ച നടത്താൻ വേണ്ടി പോകുന്നത്. ഇതിന് ഇവർക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് പ്രതികാരം, ഇവരെ പെരുവഴിയിലാക്കിയ ആ നാട്ടിലെ കൗൺസിലറോടുള്ള പ്രതികാരം, അതുപോലെ ഇവരുടെ നഷ്ടപ്പെട്ട സമ്പത്ത് അത് ഇവർക്ക് തിരിച്ചു പിടിക്കുകയും വേണം. എന്തായാലും മോഷണത്തെക്കുറിച്ച് യാതൊരു ബോധവും കഥയില്ലാത്ത ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട ആൾക്കാർ ആ മോഷണത്തിന് ഇറങ്ങി തിരിക്കുകയാണ്. വളരെയധികം രസകരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാട്ടോ ഇത്. എന്തായാലും 2019 പുറത്തിറങ്ങിയ ത്രില്ലർ റോബറി മൂവിയായിട്ടുള്ള ഹീറോയിക് ലോസസ് എന്ന സ്പാനിഷ് മൂവിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നേരെ കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ അൽസിന എന്നൊരു അർജന്റീനയിലെ ചെറിയൊരു ഗ്രാമപ്രദേശം കാണിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഫെർമിൻ ജീവിക്കുന്നത്. ഫെർമിൻ ആണെങ്കിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം കാരണം അദ്ദേഹത്തിന്റെ ഒരു ശില്പം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾ കുറെ കഴിഞ്ഞു പോവാണ്. ആ ശില്പമൊന്നും ഇപ്പൊ ആരും വലിയ മൈൻഡ് ആക്കാതെയായി. ഫെർമിനോയ്ക്ക് വയസ്സായി. അതുപോലെ തന്നെ ഇപ്പോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പുതിയൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഇവരുടെ നാട്ടിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു വലിയ ഗോഡൌണും ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വാങ്ങണമെന്ന് ഇവർ വിചാരിക്കുകയാണ്. എന്തായാലും ഇവർ തീരുമാനിച്ചപ്പോൾ തന്നെ ഇവരുടെ അടുത്ത ചങ്ങാതിയായിട്ടുള്ള ആന്റോണിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആന്റോണിയോയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ വാഹനത്തിന്റെ ടയറും കാര്യങ്ങളൊക്കെ അതിന്റെ പഞ്ചറ കുട്ടിക്കലാണ്. അപ്പൊ ആന്റോണി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാണ് ഈ വയസ്സാം കാലത്ത് ഇതുപോലൊരു ഗോഡൌണൊക്കെ മേടിച്ചിട്ട് ഈ ഫാക്ടറി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഈ സമയത്താണ് ഫെർമിന്റെ വൈഫ് പറയുന്നത്, ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ്, നമുക്ക് എന്തായാലും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് റീബിൽഡ് ചെയ്യണം. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, അത് പ്രോസസ് ചെയ്യാനുള്ള ഒരുപാട് മെഷീനറീസ് ഉണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാട് കർഷകരുണ്ടല്ലോ, അവരുണ്ടാക്കുന്ന പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ പ്രിസർവ് ചെയ്ത് വെക്കാം. എങ്ങനെ നോക്കിയാലും നമുക്കും അതുപോലെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ കർഷകർക്കും ഇത് ഉപകാരം മാത്രമായിട്ട് വരുള്ളൂ. ഓക്കെ, ഇതൊരു നല്ല ഐഡിയ ആണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് ഇപ്പൊ ആന്റോണി പറയാണ്. പക്ഷേ ഇവർക്ക് ഇത് മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാശ് വേണം. ആദ്യം ഇതിന്റെ ഓണറടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ. ഏകദേശം അയാളോട് ചോദിച്ചപ്പോൾ ഒരു $3 ലക്ഷം പറയുന്നത്. എന്നാൽ അത്രയും കാശ് ഫെർമിന്റെ കയ്യിൽ നിന്ന് എവിടെ നിന്ന് എടുക്കാനാ? അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിലുള്ള കാശും ഒരു ഷെയർ പോലെ ഇച്ചിരിച്ച് മേടിക്കാൻ തീരുമാനിക്കുകയാണ് ഇവർ. ആന്റോണിയോ അവന് പറ്റുന്ന ഒരു തുക കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുശേഷം ഇവർ പോകുന്നത് രണ്ട് സുഹൃത്തുക്കളാണ്. എപ്പോഴും ഒരുമിച്ചേ നടക്കുള്ളൂ, എപ്പോഴും ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എന്തായാലും തൽക്കാലം നമുക്ക് അവരെ പക്രു ഇക്രു എന്ന് വിളിക്കാം. ഇവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മണ്ടന്മാരാണെങ്കിലും പറഞ്ഞ ഐഡിയ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അവരുടെ കയ്യിലുള്ള ചെറിയൊരു തുക അവർ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം സൂപ്പർ മാർക്കറ്റെല്ലാം നടത്തുന്ന ഒരാളുണ്ട്, ഒരു ബിസിനസ്സുകാരൻ. അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കും താല്പര്യമുണ്ട്. അയാളും കൊടുത്തു ചെറിയൊരു തുക. പിന്നെ ആ നാട്ടിലെ മെക്കാനിക് ആയിട്ടുള്ള റോളോയ്ക്കും കാര്യങ്ങൾ ഇഷ്ടമായി, അവനും കൊടുക്കുകയാണ് ഒരു തുക. ഇതിനുശേഷം ഒരു നദിയുണ്ട്. ആ നദിക്കരയിൽ താമസിക്കുന്ന മെഡീനയെ കാണാനായിട്ട് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവിടെ ഇവർ താമസിക്കുന്ന സമയത്ത് അവരുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ട് സർക്കാർ തന്നെ ഇവിടുന്ന് മാറിക്കോ, ചെറിയ ധനസഹായമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടും അവരവിടുന്ന് മാറിയിട്ടില്ല. കാരണം ആ ഒരു പ്രകൃതി, ആ നദി, അതൊക്കെ ഈ മെഡീനോ അവന്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയ വീടാണെങ്കിൽ ഭയങ്കര ജോളിയായിട്ടാണ് അവനും അവന്റെ മക്കളും ഫാമിലിയൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. കുട്ടികൾ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ റിമോട്ട് കാർ, ടോയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവൻ എപ്പോഴും മേടിച്ചു കൊടുക്കും. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഫെർമിനും അതുപോലെ തന്നെ ആന്റോണിയും പോകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ടോ എന്നിട്ടൊരു ശബ്ദം കേൾക്കാണ്. ഒരുപാട് വെള്ളം മുകളിലേക്ക് തെറിക്കുകയാണ്. എന്താ കാര്യം വിചാരിച്ച് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ മെഡീന അങ്ങോട്ടേക്ക് വന്നിട്ട് പരിങ്ങി കളിക്കുകയാണ്. അത് പിന്നെ എത്ര നാളാന്ന് വെച്ചിട്ടാ ഈ കമ്പും കോലും കുത്തി വലയും വെച്ച് മീനുകളെ പിടിക്കാൻ നോക്കുന്നു. എന്റെ കയ്യിൽ കുറച്ച് ഡൈനാമിറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാനൊരു പൊട്ടിക്കൽ പൊട്ടിച്ചു. ദാണ്ടെ പൊന്തുന്നു മീൻ മുഴുവനായിട്ട്. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? എന്തായാലും കൊള്ളാം. ഇവന്റെ കയ്യിൽ ഡൈനാമിറ്റ് ഉള്ള കാര്യം എന്തായാലും നമ്മുടെ ഫെർമിനോ അതുപോലെ തന്നെ ആന്റോണിയ ഇവരിപ്പായിട്ട് അറിയുന്നത്. മെഡീനോയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനും ഇഷ്ടമാകുകയാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ ആ നാട്ടിലെ ചെടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളർത്തി വിൽക്കുന്ന ഒരു പാവൻ വയസ്സായിട്ടുള്ള അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയോടും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടുകയാണ്. ഒരു തുക അവരും കൊടുത്തു. അതിനുശേഷം ഇവർ നേരെ ചെല്ലുന്നത് ആ നാട്ടിലെ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ അവരും ചെയ്യുന്നുണ്ട്. കാർമെൻ എന്നാണ് അവരോട് പറയുന്നത്. അവർ നല്ലൊരു തുക കൊടുക്കുകയാണ്. അങ്ങനെ പരിചയക്കാരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും അത്യാവശ്യം നല്ലൊരു തുക കളക്ട് ചെയ്ത് ഇവർ ടോട്ടലായിട്ട് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം $1.5 ലക്ഷം ഉണ്ട്. എന്നാൽ അത് മാത്രം മതിയാവില്ല, ഇനിയും വേണം $1.5 ലക്ഷം ബാക്കി. തൽക്കാലം അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും ഇപ്പൊ ഈ കിട്ടിയ കാശ് അവർ നേരെ കൊണ്ടുപോയിട്ട് ഒരു ബാങ്കിൽ അതിന്റെ ലോക്കറിൽ നിക്ഷേപിക്കുകയാണ്. അക്കൗണ്ടിൽ വെക്കുകയല്ല, ലോക്കറിൽ വെക്കുകയാണ്. ഇനിയൊരു 1.5 കൂടെ ബാക്കി വേണമല്ലോ. അതൊരു ലോണായിട്ട് കിട്ടുമെന്ന് മാനേജറോട് ചോദിക്കുന്ന സമയത്ത് മാനേജർ പറയാണ്, ലോണൊക്കെ തരാം, പക്ഷേ അതിന് ചില നൂലാമാലകൾ, ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആദ്യം നിങ്ങളുടെ അക്കൗണ്ട്, അതിൽ യാതൊരു ട്രാൻസാക്ഷനും ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ വലിയൊരു എമൗണ്ട് അതിലില്ലതാനും. അപ്പൊ എന്താ ചെയ്യാന്ന് ഫെർമിനെ ചോദിച്ചപ്പോ, നിങ്ങൾ ലോക്കറിലേക്ക് വലിയൊരു തുക കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്. സോ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല അക്കൗണ്ട് ആകുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഒരു ലോൺ
തരാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്തായാലും ഓക്കെ പറഞ്ഞ് ലോണും കിട്ടുമല്ലോ. അതുകൊണ്ട് ഫെർമിനോ ആ കാശ് അവന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ്. എന്തായാലും ഹാപ്പി ആയിട്ട് നിക്ഷേപിച്ച ആ ഒരു സ്ലിപ്പുമായിട്ട് അവൻ പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു കോട്ടിൻ സ്യൂട്ടൊക്കെ ഇട്ട ഒരാൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. സന്തോഷത്തിൽ ആ ഒരു സ്ലിപ്പുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫെർമിനോ അയാളെ കണ്ടില്ല, അയാളുടെ ദേഹത്ത് മുട്ടുന്നുണ്ട്. എന്തായാലും സോറി പറഞ്ഞ് നമ്മുടെ ഫെർമിനോ അവിടുന്ന് പോവാണ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ച് ദിവസങ്ങൾ പോവാണ്. കുറച്ച് ദിവസത്തിന് ശേഷം വാർത്തയിൽ ഇവരെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇവർ കേൾക്കുന്നുണ്ട്. അതായത് അർജന്റീനയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വല്ലാത്തൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അത് വരാനിരിക്കുകയെന്നല്ല, വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാങ്കുകളിലായിട്ട് പല ആൾക്കാരും അവരുടെ ആ ഒരു സമ്പത്ത് നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ കാശായിട്ട്, അതൊന്നും ആർക്കും പിൻവലിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ നഷ്ടമായ അവസ്ഥയിലേക്ക് വരികയാണ്. ആളുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ബാങ്കിലേക്ക് പോയിട്ട് സ്വന്തം കാശ് അവർക്ക് കിട്ടുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഫെർമിനും തലയിൽ ഇടുത്തി വീണതുപോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അവന്റെ സുഹൃത്തായിട്ടുള്ള ആന്റോണി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എടാ, നമ്മൾ എന്താ ചെയ്യാ? ഇത് നമ്മുടെ കാശല്ലല്ലോ, ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചല്ലേ. ഭയങ്കര ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഫെർമിൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും ഇവർ കുറച്ച് കാശ് മേടിച്ചായിരുന്നല്ലോ, അയാൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു. ബാങ്കിൽ നിന്ന് കാശും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇയാൾ കൊടുത്ത ആ ഒരു കാശ് ഇയാളിപ്പോ തിരിച്ചു ചോദിക്കുകയാണ്. എന്നാ ഫെർമിൻ പറയാണ്, എടോ, കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുന്നതല്ലേ, ഞാൻ എവിടുന്ന് ഇത് എടുത്തു തരേണ്ടത്? ബാങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഞാൻ കൊണ്ടുപോയി നിക്ഷേപിച്ചതാണ്. ഇത് കേട്ട ആ കച്ചവടക്കാരൻ പറയണത്, എടോ, ഞാൻ കാശ് തന്നത് നിങ്ങൾക്കാണ്, അല്ലാതെ ബാങ്കിലേക്കല്ല. മര്യാദക്ക് എന്റെ കാശ് തന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുണ്ടാവുകയാണ്. പാവം നമ്മുടെ ഫെർമിൻ എന്ത് ചെയ്യാനാ? ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഫെർമിനോട് വൈഫിന് പറ്റിയില്ല കേട്ടോ. അവര് വേഗം വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഗൺ എടുത്തിട്ട് വരികയാണ്. ഇയാളുടെ നേരെ ചൂണ്ടിയിട്ട് പറയണ, ഡാ, ഇവിടെ നടക്കുന്ന ഈ പ്രശ്നത്തിനൊന്നും കാരണക്കാരൻ ഞങ്ങളല്ല, രാഷ്ട്രീയക്കാരാണ്. പോയി അവരോട് നീ ചോദിക്കും, അവരോട് ബഹളം ഉണ്ടാക്കുന്ന പറയാണ്. ഇതിൽ കൂടുതലായിട്ട് ഇവിടെ കിടന്ന് അലമ്പ് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പൊട്ടിക്കുമെന്ന് ഫെർമിനയുടെ ഭാര്യ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കണ്ടപ്പോൾ അയാൾ പതിയെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിരുന്നാലും രണ്ടുപേരിപ്പോ ഫെർമിനയുടെ ഭാര്യ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം വഴിമുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു ബാങ്കിൽ ഇവരുടെ കാശ് നിക്ഷേപിച്ചില്ലേ, ആ ബാങ്കിലെ ഒരു സ്റ്റാഫിനെ ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. ഒരു ചെറുക്കനാണ്. അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അന്ന് ബാങ്കിൽ കാശും കാര്യങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ട് നമ്മുടെ ഫെർമിൻ പുറത്തേക്ക് വന്നപ്പോൾ ഒരാളുടെ ദേഹത്ത് അറിയാതെ തട്ടിപ്പോയില്ലേ, അത് മറ്റാരുമല്ല, തൊട്ടടുത്ത നാട്ടിലെ കൗൺസിലറായിരുന്നു. അയാളുടെ പേര് ഫോർച്യൂൺ എന്നാണ്. മാത്രമല്ല ഇവിടുത്തെ മേയറുമായിട്ട് അയാൾക്ക് നല്ല ബന്ധമാണ്. പിന്നെ ആ ഒരു ബാങ്കിലെ ബാങ്ക് മാനേജർ ഇയാളുടെ ഉറ്റ സുഹൃത്താണ് ഈ ഒരു കൗൺസിലർ. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡോളർ അത് അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോളർ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളെ കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് ആ ഡോളർ കൗൺസിലർക്കായിട്ട് ഈ മാനേജർ കൊടുത്തു. കാരണം നമ്മുടെ നാട്ടിലെ കാശിന് ഇനി മുതൽ മൂല്യം ഉണ്ടാവില്ല, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡോളറിന് അതിന് മൂല്യം ഉണ്ടാവും. ഇത് നേരത്തെ അറിഞ്ഞ യുവമാര് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു കാശ് ഇടിയിപ്പിച്ചതും. ഒരുപാട് പേരെ ഈ രീതിയിൽ ആ മാനേജറും അതുപോലെ തന്നെ കൗൺസിലറും ചതിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് കാശ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് പേര് അതിന്റെ പേരിൽ പെട്ടുകിടക്കുക എന്ന് പറയുന്നത്. വിവരം അറിഞ്ഞ വാർഡ് തന്നെ നമ്മുടെ ഫെർമിനോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേരും കൂടിയിട്ട് ഈ ബാങ്ക് മാനേജറെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡോളർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് തന്നെ എന്ന് ഈ മാനേജർ പറയണത്. നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കാറിൽ കയറി ഒരൊറ്റ പോകുപോണ്. വിഷമം കൊണ്ട് ഫെർമിൻ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എന്തിനാടാ ഞങ്ങളോട് ഈ ഒരു മഹാഭാവം ചെയ്യുന്നത്? ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചു വാങ്ങണം ചോദിച്ചിട്ട് ഭയങ്കര വിഷമിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവര് തിരിച്ചു പോവാണ്. ഫുൾ ആലോചനയാണ് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും. ആ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ കൺട്രോൾ പോവാണ് ഡ്രൈവ് ചെയ്യുന്നതിലുള്ള. അതുകൊണ്ട് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ആ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. ഫെർമിനാണെങ്കിൽ ഒരുപാട് പരിക്കുകളോട് കൂടിയിട്ട് രക്ഷപ്പെട്ടെങ്കിലും കുറച്ച് സമയമെടുത്തു അദ്ദേഹം കണ്ണ് തുറക്കാൻ തന്നെ. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റോഡ്രിഗോ ഈ ഒരു വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയല്ലാതെ അവന് വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവനും ഒരുപാട് വിഷമിക്കുകയാണ്. റോഡ്രിഗോ നന്നായിട്ട് തന്നെ അവന്റെ അച്ഛൻ ഫെർമിനെ നോക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഫെർമിനോ പയ്യെ അവന്റെ ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ആന്റോണിയോ അതുപോലെ തന്നെ മെക്കാനിക് ആയിട്ടുള്ള റോളൻ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫെർമിനോട് പറയാണ്ടായിരുന്നു. റോഡ്രിഗോ മോനെ, നീയും പോകണ്ട, നീയും ഇവിടെ ഇരിക്കുക, ഇത് കേൾക്കുന്നു പറയാണ്. നമ്മുടെ ആ ഒരു പക്രോ ഇക്രോ, അതിൽ ആ പക്രോവിന്റെ വൈഫ് അവനൊരു നേഴ്സാണ്. ഒരു ദിവസം അവള് ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. തീരെ വയ്യാതെയാണ് കൊണ്ടുവന്നത്. ആ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് പക്രുവിന്റെ വൈഫായിട്ടുള്ള നേഴ്സായിരുന്നു. ആ സമയത്ത് ഈ പേഷ്യന്റിനെ കാണാനായിട്ട് ഒരാൾ വന്നു. എന്നാൽ ഈ പേഷ്യന്റിന്റെ ഫാമിലിയോ ഉറ്റ സുഹൃത്തോ അങ്ങനെ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇയാളെ പേഷ്യന്റിനെ കാണാൻ സമ്മതിച്ചില്ല. ആ ഒരു നേഴ്സ്. അയാൾ അവിടുന്ന് തിരിച്ചുപോയി. പിന്നീട് ആ ഒരു പേഷ്യന്റിനോട് അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പേഷ്യന്റ് പറഞ്ഞു, അതറിയില്ലേ, നമ്മുടെ അപ്പുറത്തെ നാട്ടിലെ കൗൺസിലർ ആണെന്ന് പറയാണ്. അല്ല, അദ്ദേഹം എന്തിനാ നിന്നെ കാണാൻ വന്നെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ നാടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലേ, അവിടെ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം മരങ്ങൾ നിൽക്കുന്നില്ലേ, അതിന് നടുവിലായിട്ട് ഒരു പരന്ന സ്ഥലത്ത് അയാൾ എന്നെ കൊണ്ടൊരു വലിയ കുഴി എടുപ്പിച്ചു. ഞാൻ എന്തിനാണെന്നൊക്കെ അന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ എന്നോട് അയാൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഈ കാര്യം
നേഴ്സ് പോയിട്ട് നേരെ പക്രുവിനോട് പറയാണ്. പക്രു നേരെ വന്നിട്ട് ആന്റോണിയോട് പറഞ്ഞു. ആന്റോണിയോ ഈ ഒരു കാര്യം ഫെർമിനോട് പറയാണ്. അപ്പൊ ഫെർമിൻ ചോദിക്കാണ്, ഓക്കെ അങ്ങനെ ഒരു കുഴി ഒഴിച്ചു, അതിലിപ്പോ എന്താ? ഇതേ സമയത്ത് ആന്റോണി പറയാണ്, എടാ ഫെർമിനെ നിനക്ക് മനസ്സിലാവുന്നില്ലേ, ഈ കൗൺസിലർ അവൻ ആരാണ്? നമ്മുടെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഡോളേഴ്സ് മോഷ്ടിച്ച് അവൻ കൊണ്ടുപോയിട്ടുണ്ട്. അതെന്തായാലും അവന്റെ വീട്ടിൽ വെക്കാൻ പോകുന്നില്ല. അത് ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ അവനൊരു സ്ഥലം വേണം. മിക്കവാറും ആ ഒരു പേഷ്യന്റ് അയാൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്തോ ഒരു ലോക്കർ പോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അവിടെയാണ് അവൻ ആ ഒരു കാശ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഫെർമിനെ വീണ്ടും ചോദിക്കാണ്, അല്ലടാ അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ആന്റോണി ചോദിക്കാണ് കുറച്ച് അമർഷത്തിൽ, ഡാ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഡോളർ അതിന്റെ ഒരു വിഹിതം നമ്മുടേതല്ലടാ, ചോര നീരാക്കി നമ്മൾ ഉണ്ടാക്കിയതല്ലേ. ഇപ്പൊ ഫെർമിന് പറയാണ്, ആന്റോണിയോ നിനക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടോ? അത് ചോദിച്ചു നോക്കാനാണെങ്കിൽ ആ പറഞ്ഞ പേഷ്യന്റ് ഓൾറെഡി മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ അതിനുള്ളിൽ കാശല്ല മറ്റെന്തെങ്കിലും രേഖകളാണെങ്കിൽ ആകെ പണി വാളും. ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കണ്ട, ആ ഒരു കാശ് അടിച്ചു മാറ്റാനല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ആ പരിപാടിക്കൊന്നും ഞാൻ ഇല്ലാന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ആന്റോണിയോ അതുപോലെ റോളോ രണ്ടുപേരും ഇവിടുന്ന് പോവാണ്. ഇവർ പോയി കഴിഞ്ഞ വാർഡ് തന്നെ ഫെർമിന്റെ മകനുണ്ടല്ലോ റോഡ്രിഗോ അച്ഛനോടൊരു കാര്യം പറയണം. അച്ഛാ, നമുക്ക് അവകാശപ്പെട്ട നമ്മളുടെ സമ്പത്താണ് അതിനുള്ളിൽ കിടക്കുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി അമ്മ ഈ ഒരു കാര്യത്തിന് ഓക്കെ പറയായിരുന്നു. അച്ഛൻ എന്തായാലും ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുന്നു പറയാണ്. കുറെ നേരം ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇപ്പൊ ഫെർമിനോ അങ്ങനെ ആലോചിക്കുകയാണ്. അവസാനം തീരുമാനിച്ചു, ഓക്കെ കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ അത് ചെയ്യാന്ന്. അപ്പൊ ആദ്യം തന്നെ ആന്റോണിയെ കാണാൻ വേണ്ടി അവന്റെ ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. ആന്റോണിയെ ഫോർമലായിട്ട് ചോദിക്കാണ്, എന്താണ് ചേട്ടാ ടയർ വല്ലതും പഞ്ചറായോ, ഒട്ടിക്കണോ? ഡാടാ വെറുതെ കളിയാക്കാൻ നിൽക്കല്ലേ, ഞാൻ നിന്നോട് കാര്യമായിട്ട് സംസാരിക്കാൻ വന്നയാ, ഞാൻ ഓക്കെ ആണെന്ന് ഫെർമിനോ പറയാണ്. എന്തായാലും ഇതിനുശേഷം എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് ഉണ്ടാക്കി സംസാരിക്കണമല്ലോ. ആ മീറ്റിംഗിൽ ഇപ്പോൾ ഫെർമിൻ ഉണ്ട്, അതുപോലെ തന്നെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ആന്റോണി ഉണ്ട്, മെക്കാനിക് ആയിട്ടുള്ള റോളൻ ഉണ്ട്, പിന്നെ ഗ്രാമത്തിന്റെ കുറച്ച് അകലെയായിട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു മെഡിനോ അവനും ഉണ്ട്, പിന്നെ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിസിനസ്സുകാരിയായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ കാർമൻ, അവരും ഉണ്ട്, അവരുടെ മകനും ഉണ്ട്. എല്ലാവരും വന്നതിന് ശേഷം ഫെർമിൻ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു കാശ് അവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഇതൊരു നിസാര സംഭവമല്ല, അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഈ ഒരു പരിപാടിക്ക് അവിടെ കൂടിയാൽ മതി, അല്ലാത്തവർക്ക് ഇപ്പൊ പോവാന്ന് പറയണം എന്ന് ഒരാൾ പോലും ഒരു അക്ഷരം മിണ്ടുന്നില്ല. എല്ലാവർക്കും നന്നായിട്ട് അറിയാം എടുക്കാൻ പോകുന്നത് നല്ല റിസ്ക് ആണെന്ന്. ഇതിനിടയിൽ ആ പക്രു ഉണ്ടല്ലോ, അവന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടാവുമായിരുന്നു, അതിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അവനതിൽ സംസാരിക്കുകയാണ്, ഭാര്യയാണ് വിളിച്ചത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫെർമിനെ ചോദിക്കുന്നുണ്ട്, ഇടാ നമ്മുടെ വീടൊക്കെ ഏകദേശം തൊട്ടടുത്തായിട്ട് അങ്ങനെ മുട്ടി നിൽക്കല്ലേ, പിന്നെ എന്തിനാണ് ഇതുപോലൊരു ഫോണ്, നിനക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ പക്രു പറയണ അതൊന്നുമില്ലാന്നേ, വില കുറഞ്ഞ് കിട്ടിയപ്പോൾ 2 മേടിച്ചെന്നേ ഉള്ളൂ, എന്നെ പ്രത്യേകിച്ച് ആരും വിളിക്കാനൊന്നുമില്ല, എന്റെ വൈഫ് അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വിളിക്കുന്ന. എന്തായാലും ഫോൺ കണ്ട സമയത്ത് ഫെർമിനെ പറയാണ്, എന്തായാലും അടിപൊളിയായി, ഇതെന്തായാലും നമ്മുടെ ഈ ഒരു മെഷീനുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ കാശ് മുഴുവനായിട്ട് അടിച്ചു മാറ്റും, അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും വിഹിതം അത് നടക്കും, ബാക്കിയുള്ള കാശ് മുഴുവൻ അവകാശപ്പെട്ടവർക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം, അതായത് ചാരിറ്റിക്കായിട്ട് ഉപയോഗിക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് മറ്റേ ഒരു ലേഡി ഉണ്ടല്ലോ കാർമൻ, അവര് ചോദിക്കുകയാണ്, ഒക്കെ ഓക്കെ, പക്ഷേ നമ്മൾ ആ ഒരു കാശ് എങ്ങനെ എടുക്കും, നിങ്ങളുടെ കയ്യിൽ വല്ല പദ്ധതിയും കാര്യങ്ങളുണ്ടോ? ഇത് ചോദിച്ച സമയത്ത് ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇയാൾ പറഞ്ഞ സ്ഥലത്ത് അതുപോലെ ഒരു ലോക്കർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണം. അതായത് അയാൾ ഓൾറെഡി മരിച്ചു, എന്നാലും അയാൾ പറഞ്ഞ ഏകദേശം ആ ഒരു സ്ഥലത്തേക്ക് ഇവർ പോയി നോക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇവർ പോകുന്നുണ്ട്. അതിനു മുന്നായിട്ട് വേറൊരു പരിപാടി കൂടെ ചെയ്യുന്നുണ്ട്. ഫെർമിന്റെ മകനായിട്ടുള്ള റോഡ്രിഗോ ഉണ്ടല്ലോ, റോഡ്രിഗോ നേരെ കൗൺസിലറുടെ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ്. വാതിൽ മുട്ടി അങ്ങോട്ടേക്ക് കയറാൻ നോക്കുമ്പോൾ കൗൺസിലർ വന്നു, എന്താ വേണ്ടേ, എന്തിനാ വന്നെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാനായിട്ട്, അതിന്റെ വളവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അങ്ങനെ ഒരാളെ വിളിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഈ ഒരു കൗൺസിലറുടെ PA ഒരു ലേഡിയാണ് ഫ്ലോറ വന്നിട്ട് പറയുന്നത്, സാറേ ഇവനെ വിളിച്ചത് ഞാനാണ് കേട്ടോ. ഫ്ലോറയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ചെടി അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫ്ലോറയോട് സംസാരിച്ച് അങ്ങനെയാണ് റോഡ്രിഗോ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിയത്. ഇതേ സമയത്ത് തന്നെ ആശുപത്രിയിൽ കിടന്ന ആ ഒരു പേഷ്യന്റ് അയാൾ പറഞ്ഞതുപോലെ ആ സ്ഥലത്തേക്ക് ഇവർ ചെല്ലുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്, കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം വലിയൊരു വേലിയുണ്ട്, എന്നാൽ വലിയ കരണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇവർക്ക് ഉള്ളിലേക്ക് കിടക്കാൻ കഴിഞ്ഞു. പിന്നീട് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയ സമയത്ത് കുറച്ച് ആടുകൾ, പശു അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതേ സമയത്തിന് ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഏരിയയിൽ ചെറിയൊരു വേലി കെട്ടിയത് കാണുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, അതായത് ആ ഒരു പേഷ്യന്റ് പറഞ്ഞ ആ ഒരു സ്ഥലം അത് ഇത് തന്നെയാണ്. അതുപോലെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ കൊടുക്കാനായിട്ട് ഒരാൾ പുറത്ത് നിൽക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കാർമൻ എന്ന് പറഞ്ഞ ആ ലേഡി ഉണ്ടല്ലോ, അവരുടെ മകനെ പുറത്ത് കാറിന്റെ ഭാഗത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതേ സമയം ഫെർമിനോ ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാവരും പോയിട്ട് ആ ചെറിയ വേലിയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് അതിന്റെ ആ ഒരു നിലവും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ലോക്കർ ഇല്ലാതായിട്ട് തോന്നേയില്ല. എന്നാൽ അവിടെ കാർപ്പറ്റ് പോലെയുള്ള, അതായത് ഈ ഇലകളും കാര്യങ്ങളൊക്കെ വെച്ച് കാർപ്പറ്റ് പോലെയുള്ള എന്തോന്ന് ഇവർ കണ്ട് സംശയം തോന്നിയിട്ട് ചുമ്മാ അത് വലിച്ചു നോക്കുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ദാണ്ടെ കിടക്കുന്നു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ലോക്കർ. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് അത്ര ടഫായിട്ടുള്ള ഒരു ലോക്കർ ഒന്നുമല്ല, നല്ല ഗ്യാസ് വെൽഡർ ഉണ്ടെങ്കിൽ ഇത് മുറിച്ച് കളയാൻ പറ്റും. പക്ഷേ ഇവരറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ആരിവിടെ വന്നാലും അത് അപ്പം അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു സെൻസർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പൊ കൗൺസിലറെ കാണിക്കുകയാണ്. ഇയാൾ പെട്ടെന്ന് ടെൻഷൻ ആവാണ്, കാരണം ഇയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ സെൻസറിൽ എന്തോ ഒരു കാര്യം, അതായത്
അതായത് ആ ലോക്കറിന്റെ അടുത്തേക്ക് ആരും പോയിട്ടുണ്ടെന്ന്. ഇയാൾ വെടികൊണ്ട പന്നിയെ പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പി എ ചോദിക്കുന്നുണ്ട്, സാറേ എന്താ പറ്റിയ? ഒന്നുമില്ല, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓടുകയാണ്. ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്? നമ്മുടെ റോഡ്രിഗോ കാണുകയാണ്. റോഡ്രിഗോ വേഗം തന്നെ നൈസായിട്ട് പുറത്തേക്ക് പോയിട്ട് കാർമിന്റെ മകനുണ്ടല്ലോ അവനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു, അങ്ങോട്ടേക്ക് കൗൺസിലർ വരുന്നുണ്ട് എന്ന് പറയണം. ഇവൻ വേഗം വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും ആകെ പേടിയായി. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇതിനിടയിൽ ഇവർ കൊണ്ടുവന്ന ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെ വീണ് വന്നിട്ട് തിരിച്ചു വന്ന് അത് എടുത്തുകൊണ്ടാ പോകുന്നത്. ആയി തന്നെ പഞ്ചറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന ആന്റോണി ഉണ്ടല്ലോ, മൂപ്പരുടെ അവസ്ഥ വളരെ ശോകാണ്. ആള് പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മര്യാദ ഓടാൻ പോലും പറ്റുന്നില്ല. എന്റെ പൊന്നു തന്ത ഒന്ന് വേഗം ഓട്, അയാൾ വന്നോട്ടെടുക്കുക എന്ന് പറയാണ്. ഒരു വിധത്തിൽ അവരുടെ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി. സാധനം അടിച്ചു മാറ്റല് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വളരെ ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേ സമയത്ത് സംഭവ സ്ഥലത്തേക്ക്, അതായത് ലോക്കറിന്റെ അടുത്തേക്ക് ആ കൗൺസിലർ, അതായത് ഫോർച്യൂണോ വന്നിട്ടുണ്ട്. എന്ന് ഇയാൾ വന്നു നോക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ വന്നതിന്റേതോ അല്ലെങ്കിൽ ഈ ഒരു ലോക്കർ തുറക്കാൻ നോക്കിയതിന്റെയോ യാതൊരു ലക്ഷണവും ഇല്ല. എന്ന് എങ്ങനെയായി ഈ സെൻസർ വർക്കായത്? ഇയാൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ഫെർമനെയും ടീമും പോകുന്ന സമയത്ത് അവർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടാ പോയത് കേട്ടോ. അങ്ങനെ രാത്രിയെ നമ്മുടെ ടീംസിനെ കാണിക്കുകയാണ്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, എളുപ്പത്തിൽ അത് അടിച്ചു മാറ്റൽ നടക്കുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാന ടാസ്ക് ആ ഒരു സെൻസറാണ്. അതിനെങ്ങനെ മറികടക്കും? ഇതേ സമയത്ത് കാർമിന്റെ മകനുണ്ടല്ലോ, തൽക്കാലം നമുക്ക് അവനെ ബോബി എന്ന് വിളിക്കാം. ബോബി ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോൾ അവന്റെ അമ്മയായിട്ടുള്ള കാർമിൻ പറയാണ്, ഇവിടെ വലിയ ആൾക്കാർ നിൽക്കുമ്പോൾ ചെറിയ ആളാണെന്ന് നീ സംസാരിക്കേണ്ടെന്ന് പറയാണ്. ഒന്നാമത് തന്റെ മകന് ഒട്ടും വിശ്വാസമില്ല, അതായത് അവനൊട്ടും കാര്യപ്രാപ്തി ഇല്ല എന്നാണ് ഈ കാർമിൻ വിചാരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് ഫെർമിന് പറയാണ്, നിങ്ങൾ എന്തേ പറയുന്നത്? നമുക്ക് വേണ്ടത് ഐഡിയ ആണ്. അത് ആരുടെ വായിന്ന് വന്നാലും അത് തെറ്റാണെങ്കിലും നമ്മൾ എല്ലാവരും പറയുന്നതും കേൾക്കണം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞതുപോലെ ബോബി അവന്റെ ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇയാൾ അവിടെ സെൻസർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്തത് ഒരു കമ്പനി ആയിരിക്കുമല്ലോ. ആ കമ്പനി അത് ഏതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ പോയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ്രിഗോ അവിടെയല്ലേ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നത്, കൗൺസിലറുടെ ഓഫീസിൽ. നീ അങ്ങോട്ടേക്ക് പോയിട്ട് നൈസായിട്ട് ഇതുപോലെ സെൻസർ വെച്ച ആ കമ്പനിയുടെ ബില്ല് കിട്ടുമെന്ന് നോക്കണം, ആ കമ്പനി ഏതാന്ന് നോക്കണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ റോഡ്രിഗോ ആ ഓഫീസിലേക്ക് എത്തുകയാണ്. ചെടിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിൽ അവൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചുറ്റും ഫയലുകളിലേക്കാണ് അവന്റെ ആ ഒരു നോട്ടം. ഇതേ സമയത്ത് തന്നെ കൗൺസിലർ ഭയങ്കര ടെൻഷനായിട്ട് വേഗത്തിൽ എങ്ങോട്ടോ പോവാണ്. ഈ സമയത്ത് പി ആയിട്ടുള്ള ഫ്ലോറ ചോദിക്കുന്നുണ്ട്, സാറേ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ കൗൺസിലർ പറയാണ്, എന്റെ ഒരു സുഹൃത്തുണ്ട് ആ ബാങ്കിലെ മാനേജർ, അദ്ദേഹം ഭാര്യയും കൂടെ ഒരു അപകടത്തിൽ മരിച്ചുപോയി എന്ന് പറയണം. അങ്ങോട്ടേക്കാണ് ഇപ്പോ ഈ ഒരു കൗൺസിലർ പോകുന്നത്. ഇപ്പൊ ആ ഒരു ഓഫീസിൽ നമ്മുടെ ഫ്ലോറ അതുപോലെ തന്നെ റോഡ്രിഗോ രണ്ടുപേരേ ഉള്ളൂ. ഒരു നല്ല അവസരത്തിനായിട്ട് ഇപ്പൊ റോഡ്രിഗോ കാത്തങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലോറ പറയാണ്, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, വല്ല കോളോ കാര്യങ്ങളോ വന്നാൽ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കണേ. ഇതും പറഞ്ഞ് അവള് നേരെ ബാത്റൂമിലേക്ക് പോകണ കറക്റ്റ് ടൈമിംഗ് ആണ്. അവൻ വേഗം അവിടെ നോക്കി വെച്ച കുറച്ച് ഫയലുകളുണ്ട്. അവൻ അതങ്ങനെ നോക്കുമ്പോൾ ഒരു ഫയൽ അവൻ കണ്ടു. ഈ സെൻസർ പർച്ചേസ് ചെയ്ത ആ കമ്പനിയുടെ ഫയലായിരുന്നു അത്. സെഡാനോ അങ്ങനെ എന്താണ് ആ ഒരു കമ്പനിയുടെ പേര്. എന്തായാലും വേഗം തന്നെ ആ ഒരു ഫയൽ അവൻ പൂട്ടി വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഫ്ലോറ വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവന് തിരിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചെടിയുടെ മുകളിൽ എന്തൊക്കെയോ പരിപാടി അവൻ ഒപ്പിച്ചു വെക്കാണ്. 1-2 ചില്ലകളൊക്കെ അവൻ കട്ട് ചെയ്തെടുക്കാണ്. ഇത് കണ്ടപ്പോൾ ഫ്ലോറ പറയാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താലും അത് തീരെ വളരില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ റോഡ്രിഗോ പറയാണ്, എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എന്തായാലും ഞാൻ ഇതെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഒരു ചെറിയ മെയിൻ്റെനൻസും പരിപാടിയും ചെറിയൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാണ്ട്. നോക്കിക്കോ, ഇത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഫ്ലോറ ഓക്കെ എന്ന് പറയാണ്. എന്തായാലും പിന്നീട് റോഡ്രിഗോ ആ ഒരു ചെടിയുമായിട്ട് ഇവരുടെ നാട്ടിലെ ചെടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു മുത്തശ്ശി ഉണ്ടെന്ന് പറയില്ലേ, അവരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പറയണം, എന്റെ പൊന്നു മുത്തശ്ശി, ഇതിനെക്കുറിച്ച് ഒരു ABCD എനിക്കറിയില്ല, ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി, 2-3 കഷ്ണം ഞാൻ ഇതിന് എങ്ങനെയും മുറിച്ചെടുത്തു, എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിൽ ഇതിനൊന്ന് ആക്കി തരണം എന്ന് പറയാണ്. മുത്തശ്ശി രണ്ടും കൈ നീട്ടി അത് സ്വീകരിക്കുകയാണ്. മോൻ ധൈര്യമായിട്ട് പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. പിന്നീട് റോഡ്രിഗോ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്, ഏതാണ് ആ ഒരു കമ്പനി, അതുപോലെ ഇവരെല്ലാവരെയും പറ്റിച്ച ആ ഒരു ബാങ്ക് മാനേജറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു കാർ അപകടത്തിൽ മരിച്ചു എന്ന് പറയാണ്. ആഹാ, അവൻ അങ്ങനെ തന്നെ വരണം, മഹാപാപി, ചെകുത്താനാണ് അവന്. പക്ഷേ അവന്റെ ഭാര്യ അവരൊരു പാവമായിരിക്കില്ലേ, അവരിങ്ങനത്തെ പാവത്തിലൊന്നും പങ്കു ചേർന്നിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ആ ഒരു മരണം എന്തായാലും പാവമായി പോയിട്ടോ. എന്തായാലും ഇതിനുശേഷം ഈ ഫെർമിൻ അതുപോലെ തന്നെ ക്യാർമന്റെ മകൻ രണ്ടുപേരും കൂടിയിട്ട് ആ കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. അതായത് സെൻസറും കാര്യങ്ങളൊക്കെ ഇവർക്ക് എവിടെയോ ഫിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആ കമ്പനിയിലേക്ക് ചെല്ലുന്നത്. എന്തായാലും സെൻസർ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സെൻസറിന്റെ പ്രത്യേകതകൾ കമ്പനിയുടെ ഓണർ പറഞ്ഞു കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പൊ ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. സാറേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ ഈ ഒരു സെൻസർ വെക്കാം, കാരണം നിങ്ങൾ ഇത് എവിടെയാണോ വെക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ആരെങ്കിലും വന്നാൽ ഒരു ഈച്ച പോലും അതിലേക്ക് കടക്കില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ ഫോണിലേക്ക് കോള് വരും. അത്രയും പെർഫെക്റ്റ് ആണ് ഞങ്ങളുടെ ഈ ഒരു സെൻസർ. അല്ല, ഇനിയിപ്പോൾ എങ്ങനെ കറണ്ട് പോയാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അതിനൊക്കെയുള്ള സെറ്റിംഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സെൻസർ വെക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് നല്ലൊരു ബാറ്ററിയും വെക്കുന്നുണ്ട്. 48 hours അതിന് ലൈഫും ഉണ്ടാവും. കറണ്ട് ഉള്ള സമയത്ത് അത് നന്നായിട്ട് തന്നെ സ്വയം ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇനി കറണ്ട് പോയാൽ 48 hour ആ ബാറ്ററിയിൽ നിന്നും പവർ എടുക്കും. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 100% ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ ഈ സെൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയണം. എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, സെൻസർ അതിനെ ബ്രേക്ക് ചെയ്യൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ പവർ കട്ട് ചെയ്താൽ തന്നെ 2 ദിവസത്തേക്ക് അടുത്ത ബാറ്ററിക്ക് ആ സെൻസർ
സെൻസറിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഈ ബാറ്ററിയിൽ ചാർജ് കുറഞ്ഞു വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾ ആ ഒരു കൗൺസിലറുടെ ഫോണിലേക്ക് പോവുകയും ചെയ്യും. ഇയാൾക്ക് പെട്ടെന്ന് തന്നെ വന്ന് നോക്കാം, അതിന്റെ ആ ഒരു മെയിൻ്റെനൻസ് വർക്കുകളും ചെയ്യാൻ കഴിയും. അതായത് ഒരു രീതിയിലും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും ഇവരുടെ ആ ഒരു ജോലി നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് റോഡ്രിഗോ എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു പെണ്ണുണ്ടല്ലോ ഫ്ലോറ, അവളൊന്ന് വളക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനായിട്ട് നാശാക്കിയ ഒരു ചെടിയുണ്ടല്ലോ, അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു മുത്തശ്ശി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെടിയുമായിട്ട് വന്നിട്ട് ഫ്ലോറയ്ക്ക് കൊടുക്കുകയാണ്. ഫ്ലോറയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ താല്പര്യമുണ്ടോ? അതായത് കൂടുതലായിട്ട് അവളോട് അടുക്കാൻ ശ്രമിക്കുകയാണ് അവന്. എന്നാൽ ഫ്ലോറ പറയാണ്, അയ്യോ സോറി കേട്ടോ, എനിക്ക് ഓൾറെഡി ഒരാളുണ്ട്, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോവാണ്. അങ്ങനെ രാത്രിയായി എല്ലാവരും ഒരു മീറ്റിംഗിലാണ്. അതായത് എങ്ങനെ ഈ ഒരു സെൻസറിനെ കട്ട് ചെയ്യും, പവർ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി എന്ന് പക്രു ചോദിച്ചപ്പോൾ അത് നടക്കില്ല, കാരണം 48 മണിക്കൂർ പവർ പോയാലും സെൻസർ റൺ ചെയ്യാനുള്ള ചാർജും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ബാറ്ററിയിലെ ചാർജ് പയ്യെ കുറയുകയാണെങ്കിൽ ഇയാളുടെ ഫോണിലേക്ക് ഒരു കോള് പോകും, അപ്പൊ തന്നെ കൗൺസിലർ വരികയും ചെയ്യും. അതുകൊണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇയാൾ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഡോറ് തുറക്കാൻ പറ്റിയാൽ നല്ലതാണ്. എന്നാൽ ഈ വെൽഡേഴ്സ് എല്ലാം ഉപയോഗിച്ച് വാതിൽ തുറക്കുമ്പോഴേക്കും കുറച്ച് നേരെ ആവുകയും ചെയ്യും. ഏറ്റവും എളുപ്പമായിട്ട് തുറക്കണമെങ്കിൽ ആ ഒരു ചാവി കിട്ടണം. എന്നാൽ ആ ചാവി അയാൾ സേഫ് ആയിട്ട് മറ്റെവിടെയോ എടുത്തു വെച്ചിരിക്കുകയാണ്. അയാളുടെ ഓഫീസിൽ നമ്മുടെ റോഡ്രിഗോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിൽ ഇതുവരെയായിട്ടും അത് കിട്ടിയിട്ടില്ല എന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഡീന പറയണം, നമുക്കൊരു കാര്യം ചെയ്താലോ, ഒന്നും നോക്കേണ്ട ആ ഒരു കൗൺസിലറെ നമുക്ക് അങ്ങോട്ട് തട്ടിക്കളയാം. എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ, കീയും കിട്ടും, നമുക്ക് സുഖമായിട്ട് പൈസയും അടിച്ചു മാറ്റാം, ആരെയും പേടിക്കണ്ടല്ലോ. ഇപ്പൊ ഫെർമിൻ പറയാണ്, എന്റെ പൊന്നു മെഡിനോ, ഇമാതിരി ഐഡിയ ഇനി നീ മേലെ പറഞ്ഞു പോകരുത്. നമുക്ക് കാശ് ആവശ്യമുണ്ട്, നമ്മുടെ കാശ് തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതിന്റെ പേരിൽ ഒരാളെ കൊല്ലാനും മാത്രം ക്രിമിനൽസ് അല്ല നമ്മൾ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പുതിയൊരു വഴി ആലോചിക്കാന്ന് പറയാണ്. അങ്ങനെ എല്ലാവരുടെയും വഴിക്ക് പോവാണ്. ഓരോരുത്തരായിട്ട് ഓരോ വീട്ടിലെത്തി. ഇതേ സമയത്തിന് ഫെർമിനോ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് കുറേ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് ടെൻഷനായപ്പോൾ ഒന്ന് റിലാക്സ് ആവാനായിട്ട് പഴയ കുറേ സിനിമയുടെ കേസറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നെടുത്തിട്ട് കാണാൻ തുടങ്ങുകയാണ്. അതിൽ തന്നെ ഹീറോ ഒരു സമയത്ത് ഇയാൾക്ക് എന്തോ ഒരു വലിയ ഡയമണ്ട് ഒരു മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റണം. അവിടെയാണെങ്കിൽ ഒരുപാട് സെൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിന്റെ ഒരു ശ്രദ്ധ തിരിക്കാനായിട്ട് ഹീറോ ഒരു പരിപാടി ചെയ്യാണ്. ബൂമറാങ് പോലെ എന്തോ ഒരു സാധനം ഉണ്ട്. ഇത് ഈ സെൻസറിന്റെ അടുത്തേക്ക് വെറുതെ ഇങ്ങനെ എറിഞ്ഞു കളിക്കും. അത് അവന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഈ ഒരു സെൻസർ ഓൺ ആകുന്ന സമയത്ത് ഗാർഡ് അങ്ങോട്ടേക്ക് വരും. വന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇത് റിപ്പീറ്റ് ആയിട്ട് ആ കള്ളൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഗാർഡിന് തോന്നി, സെൻസറിന് എന്തോ പ്രശ്നമുണ്ട്, നമുക്കത് അങ്ങോട്ട് ഓഫ് ആക്കിയേക്കാം. അങ്ങനെ ഗാർഡ് വന്നിട്ട് ആ ഒരു സെൻസർ ഓഫ് ആക്കുകയാണ്. അവർ പോയി കഴിഞ്ഞു. ഇപ്പൊ സെൻസർ വർക്കിംഗ് അല്ലല്ലോ, ഓഫ് ആയി കിടക്കുകയല്ലേ. ആ സമയം നോക്കി മ്യൂസിയത്തിലേക്ക് കയറിയ ഈ ഒരു ഹീറോ കള്ളനാണ്. എന്തായാലും അവൻ ആ ഒരു ഡയമണ്ട് അടിച്ചു മാറ്റുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഫെർമിനയുടെ ഉള്ളിൽ തലയിൽ ഒരു ഐഡിയ വരികയാണ്. ആ രാത്രിയിൽ തന്നെ ഇവരുടെ ടീമിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ആ ഒരു സിനിമ കാണിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇപ്പൊ ഫെർമിന പറയാണ്, നമ്മളും ഈ ഒരു കള്ളനെ പോലെ തന്നെ കൗൺസിലറെ പറ്റിക്കാൻ വേണ്ടി പോവാണ്. അതായത് അയാൾക്ക് തന്നെ തോന്നണം ഈ സെൻസറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന്, എന്നിട്ട് അയാൾ തന്നെ അത് ഓഫ് ആക്കണം. എന്നാൽ ബാക്കിയുള്ളവർ ചോദിക്കുകയാണ്, ഒരിക്കലും അയാൾ സെൻസർ ഓഫ് ആക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഫെർമിൻ ഒരു കാര്യം പറയുന്നത്, അയാൾ ഓഫ് ആക്കേണ്ടത് സെൻസർ അല്ല, അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്ററി ഉണ്ടല്ലോ, അതാ ഓഫ് ആക്കേണ്ടത്. അതിനെന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് അയാൾക്ക് തോന്നിപ്പിക്കണം. എന്നിട്ട് ആ ഒരു ബാറ്ററി അയാൾ ഓഫ് ആക്കുകയാണെങ്കിൽ ആ സമയം നോക്കി നമുക്ക് പവർ കട്ട് ചെയ്യാം. അപ്പൊ സെൻസർ വർക്ക് ആവില്ല. ആ നേരം നോക്കി നമുക്ക് ലോക്കർ തുറക്കാന്ന് പറയാണ്. സോ ഈ ഒരു പ്ലാൻ ഇവർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഏതൊരു ലൈനിൽ നിന്നാണ് ഈ ലോക്കറിലേക്ക് പവർ സപ്ലൈ വരുന്നതെന്ന് ഇവർക്ക് കണ്ടുപിടിക്കണമല്ലോ. ആ ഒരു പോസ്റ്റ് ഇവർ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നല്ല കട്ടിയുള്ള ഒരു വയർ മണ്ണിനടിയിലൂടെയാണ് ആ ഒരു ലോക്കറിലേക്ക് പോകുന്നത്. ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ തന്നെ അത് ആരെങ്കിലും പെട്ടെന്ന് കാണും. എന്നാൽ ഇവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ വയർ മണ്ണിനടിയിൽ കൂടിയാണ് പോകുന്നത്. എന്നാൽ പോസ്റ്റിന്റെ താഴേക്ക് മണ്ണിനടിയിലേക്ക് ഈ വയർ പോയി കഴിഞ്ഞാൽ ഇത് ഏത് സൈഡിൽ കൂടിയാ പോകുന്നതെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല, കുഴിച്ചു നോക്കാനായിട്ട് പറ്റൂല. അപ്പൊ അതങ്ങനെ കണ്ടുപിടിക്കും. ഇതിനെക്കുറിച്ച് ഇവരങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലേഡി ഉണ്ടല്ലോ കാർമൻ, അവരുടെ മകനായിട്ടുള്ള ബോബി എന്തോന്ന് പറയാൻ നിൽക്കുമ്പോൾ നീ ഒന്നും പറയണ്ടെന്ന് അവർ വീണ്ടും തടുക്കുകയാണ്. എന്നാൽ പെർവിനെ വിടുവോ? ഒരു തവണ എന്നെ നല്ല ഐഡിയ പറഞ്ഞു കൊടുത്ത ആളാണ് ബോബി, നീ പറയാന്ന് പറയണം. ഇപ്പൊ ബോബിയുടെ കയ്യിൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ വയർ ഏത് കൂടിയാ പോകുന്നതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഭാഗം നോക്കി അവിടെ കുഴിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ പരിപാടി അതിൽ ചെയ്യാന്ന് പറയണം. ഇതിനുശേഷം ബോബി അവന്റെ അമ്മയെ തന്നെ നോക്കിയിട്ട് പറയാണ്, അമ്മേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ. ഓക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു ബോബി പറഞ്ഞ ഐഡിയയുമായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. ആയിരിക്കാം നമ്മുടെ ഫെർമിൻ അതുപോലെ തന്നെ ആന്റോണിയോ ഒരു മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് ഏതിലൂടെയാണ് ആ ഒരു വയർ പോകുന്നത് അത് ഇവർ കണ്ടുപിടിക്കുകയാണ്. നൈസായിട്ട് ചെറിയൊരു കുഴി അവർ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഒരു വയർ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. എന്തായാലും ഇപ്പൊ ഇവിടെ വെച്ച് ആ ലോക്കറിലേക്കുള്ള പവർ സപ്ലൈ കട്ടായി പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്കറിന്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്ററി അത് ആക്റ്റീവ് ആവും. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് പയ്യെ അതിൽ ആ ഒരു ചാർജ് കുറയല്ലോ. ചാർജ് കുറയുന്ന സമയത്ത് ആ മെസ്സേജ് അപ്പൊ തന്നെ കൗൺസിലർക്ക് കിട്ടുകയും ചെയ്യും. മെസ്സേജ് കിട്ടിയ പാട് തന്നെ കൗൺസിലർ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഇവർ വേഗം തന്നെ ആ മുറിച്ചിട്ട വയർ വീണ്ടും യോജിപ്പിക്കുകയാണ്. കൗൺസിലർ വന്നു നോക്കുന്ന സമയത്ത് കറണ്ട് ഓൾറെഡി ഉണ്ട്. പക്ഷെ പിന്നെ എങ്ങനെയാണ് ബാറ്ററിയിലെ ചാർജ് പതിയെ കുറഞ്ഞു വന്നത്? ഇയാൾക്കാകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്നാൽ ഈ കൗൺസിലർക്ക് ഒരു കാര്യം അറിയില്ലല്ലോ, കറണ്ട് ഇപ്പൊ
വന്നിട്ടേ ഉള്ളൂ ഇത്രയും നേരം ഈ സെൻസർ വർക്കായിരുന്നത് ഈ ബാറ്ററിയിലായിരുന്നു എന്ന് എന്തായാലും നമ്മുടെ ടീംസിന് വേണ്ടിയതും അത് തന്നെയാണ്. ഇയാൾക്ക് തോന്നണം ബാറ്ററിയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന്. എന്തായാലും അതുപോലെ തോന്നി, അതുകൊണ്ട് തന്നെ സെൻസർ കമ്പനിയിലെ ആ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ നോക്കുമ്പോൾ ബാറ്ററിയിൽ ഒരു പ്രശ്നവുമില്ല സാറേ, ഞാൻ നോക്കി ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഈ കൗൺസിലർക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ഇയാൾ ഗണ്ണെടുത്ത് മര്യാദക്ക് പറഞ്ഞോ, കാശും കൊടുത്ത് സാധനം മേടിച്ചിട്ട് മര്യാദക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു മേടിക്കുന്ന സമയത്ത് തള്ളി മറിക്കായിരുന്നല്ലോ. ഇപ്പോൾ ഈ സെൻസർ വെച്ച ആള് പറയാണ്, സാറേ ഒരു കാരണവശാലും സെൻസറിന് കംപ്ലൈന്റ് വരില്ല, എനിക്ക് തോന്നുന്നത് ആ ബാറ്ററിക്ക് എന്തോ ചെറിയൊരു ലീക്കേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ട്, തൽക്കാലം വേണമെങ്കിൽ ആ ഒരു ബാറ്ററി ഓഫാക്കി വെച്ചേക്ക്, കറണ്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അത് ശരിയാവില്ല, ഇനി എങ്ങാനും പവർ സപ്ലൈയിലുള്ള പ്രശ്നമാണെന്ന് കരുതിയിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ പവർ സപ്ലൈയിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ ഒന്നുമല്ലല്ലോ നമ്മുടെ ടീംസ് പരിപാടി ഒപ്പിച്ചിരിക്കുന്നത്, അവർ കുറച്ച് അകലെയായിട്ട് മണ്ണ് തുറന്ന് അതിനടിയിലാണുള്ള പരിപാടി ഒപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ബാറ്ററി ഇത്തവണയൊന്നും ഈ ഒരു കൗൺസിലർ ഓഫ് ആക്കുന്നില്ല. എന്നാൽ നമ്മുടെ ടീംസ് ആണെങ്കിൽ അവർ മണ്ണിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വയർ കട്ട് ചെയ്തില്ലേ, അവിടെ ചെറിയൊരു ബോക്സ് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്ക് എപ്പോഴും ഇങ്ങനെ മണ്ണ് മാന്തൊന്നും വേണ്ട, അതുപോലെ വയർ കട്ട് ചെയ്യും വേണ്ട, ഇവർ വിചാരിച്ചാൽ അപ്പൊ തന്നെ ഒരു സ്വിച്ച് ഇട്ടാൽ കറണ്ട് അങ്ങ് ഓഫ് ആവും. ഇത്രയും വിശാലമായി കിടക്കുന്ന സ്ഥലത്ത് ഇതൊന്നും ആരും വന്ന് നോക്കാനായിട്ട് പോകുന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ ചെറിയ ഇടവേള നോക്കിയിട്ട് ഇവർ ഈ ഒരു സ്വിച്ച് ഓഫ് ആക്കും. ഓഫ് ആക്കുന്ന സമയത്ത് ബാറ്ററിയിൽ വർക്ക് ആവും, ബാറ്ററിയിൽ പതിയെ ചാർജ് കുറഞ്ഞു വരും. അപ്പൊ തന്നെ മെസ്സേജ് കൗൺസിലർക്ക് പോകും. കൗൺസിലർ വേഗം ഓടി ചാടി ഇങ്ങോട്ടേക്ക് വരും. എന്നാൽ അയാൾ എത്തുന്നതിന് മുന്നേ ആയിട്ട് കറണ്ട് ഇവർ ഓൺ ആക്കുകയും ചെയ്യും. കൗൺസിലർ ആകെ കൺഫ്യൂഷനാവും, അതായത് കറണ്ട് ഓൾറെഡി ഉണ്ട്, ബാറ്ററിയിലാണെങ്കിൽ ചാർജും ഇല്ല. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇയാളുടെ ഉറക്കം വരെ കളയുന്ന രീതിയിൽ നട്ടപ്പാതിരക്ക് വരെ ഈ ഒരു കൗൺസിലർ എണീച്ച് അങ്ങോട്ടേക്ക് ഓടും. മര്യാദയ്ക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പാർട്ടിയുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റുന്നില്ല. ഇയാൾ ആകെ കൂടി ഒരു വിരളി പിടിച്ച സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഇടക്കിടക്കുന്ന കൗൺസിലർ ആണെങ്കിൽ ഓഫീസിൽ നിന്ന് വെടികൊണ്ട പാന്നിയെ പോലെ ഇറങ്ങി ഓടുക കേട്ടോ. ഇതെല്ലാം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? പി ആയിട്ടുള്ള ഫ്ലോർ ശ്രദ്ധിക്കുകയാണ്. മാത്രമല്ല ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കൗൺസിലർ ഒരു കാര്യം ഉറപ്പിച്ചു, ഇതിന് മെയിൻ കാരണക്കാരൻ ആ ഒരു ബാറ്ററിയാണ്. ബാറ്ററിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, തൽക്കാലം അതങ്ങോട്ട് ഊരി വെക്കാന്ന്. അങ്ങനെ എന്തായാലും ഇവരെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ കൗൺസിലർ ആ ബാറ്ററി ഊരി വെക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ധാരണ ഇപ്പൊ ഫ്ലോറയ്ക്ക് ലഭിക്കുകയാണ്. ഫ്ലോറയ്ക്ക് ഒരു സംശയം ഇപ്പൊ റോഡ്രിഗോയിൽ തോന്നിയിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കൗൺസിലർ പോകുമ്പോൾ അവനങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഫ്ലോറ എന്തായാലും റോഡ്രിഗോയോട് നേരിട്ട് ചെന്ന് ചോദിക്കുകയാണ്, സത്യം പറഞ്ഞു, നീ വന്ന അന്ന് മുതൽ ഈ കൗൺസിലർ ഓടാൻ തുടങ്ങിയതാണ്, ഇയാളുടെ എന്തോ സെൻസർ ഓൺ ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്, നീ മര്യാദക്ക് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനായിട്ട് ചെന്ന് കൗൺസിലറോട് കാര്യങ്ങളൊക്കെ പറയുന്നു പറഞ്ഞിട്ട് ഫ്ലോറ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫ്ലോറയെ പിടിച്ചു വെച്ചിട്ട് റോഡ്രിഗോ എല്ലാ കാര്യങ്ങളും പറയാണ്. ഇവരുടെ എല്ലാ സമ്പത്തും ഈ ഒരു കൗൺസിലർ അടിച്ചു മാറ്റി, അതുപോലെ തന്നെ ഇവന്റെ അമ്മയുടെ മരണത്തിന് കാരണം വരെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൗൺസിലറാണ്. എല്ലാം പറഞ്ഞ റോഡ്രിഗോ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഫ്ലോറയാണെങ്കിൽ ഒന്നും അവനോട് തിരിച്ചു പറഞ്ഞില്ല, ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊന്നും അവൾ പറയാൻ നിന്നില്ല. എന്തായാലും റോഡ്രിഗോ ഈ കാര്യം അതുപോലെ തന്നെ അവന്റെ അച്ഛനായിട്ടുള്ള ഫെർമിനോട് പറയുന്നുണ്ട്. ഫെർമിനും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്, നീ എന്താ അബദ്ധാടായി കാണിച്ചത്, കൗൺസിലറുടെ പി ആണ് അവൾ എന്തായാലും ഈ ഒരു കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പ്ലാൻ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ശരിക്കും ഇവരുടെ ആ ഒരു പ്ലാൻ വെച്ച് കൗൺസിലർ ഓൾറെഡി ആ ഒരു ബാറ്ററി ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഇവർ കാത്തിരുന്നാൽ മാത്രം മതി. അതായത് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്ന ഒരു സമയം നോക്കിയിട്ട് ആ ലോക്കർ തുറക്കാനാണ് ഇവരുടെ പദ്ധതി. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുമ്പോൾ ഇടിയും മിന്നലും എന്തായാലും ഉണ്ടാവും. അപ്പൊ നോർമലായിട്ട് കറണ്ട് പോകുന്നത് പോലെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന ആ ഒരു കറണ്ട് മാത്രം മനഃപൂർവ്വം ഇവർ കട്ട് ചെയ്ത് കളയും, ചെറിയൊരു ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്. സോ സാധാരണയായിട്ടുള്ള ഒരു പവർ കട്ടാണ് എന്ന് കൗൺസിലർ കരുതി നിൽക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ വിചാരിക്കുക. ആ സമയം നോക്കി ഇവർ ലോക്കറിന്റെ അടുത്തേക്ക് വരും. സെൻസർ എന്തായാലും ആ ഒരു സമയത്ത് വർക്കാവില്ല, ബാറ്ററി ആണെങ്കിൽ ഓൾറെഡി അയാൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് ഇവരുടെ യഥാർത്ഥ പദ്ധതി. എന്നാൽ കാര്യങ്ങളൊക്കെ ആ ഒരു പി എ ഫ്ലോർ അറിഞ്ഞല്ലോ. അവൾ എന്തായാലും കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ടാവും, ഇനി നമ്മളൊരു ശ്രമം നടത്തിയ ഉറപ്പായിട്ടും പിടിക്കപ്പെടുകയാണ്, നമുക്ക് ഈ ഒരു പരിപാടി ഉപേക്ഷിക്കാൻ തന്നെ ഫെർമിൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റാർക്കും ഇതിലൊരു താല്പര്യമില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെ. അങ്ങനെ ഇവർ വിചാരിച്ചതുപോലെ മാനക്കാകെ ഇരുണ്ട് വരുന്നുണ്ട്, നല്ല മഴ പെയ്യാനുള്ള ഒരു മഴക്കോള് കാണുന്നുണ്ട്. ഈ സമയത്ത് റോഡ്രിഗോ അവന്റെ അച്ഛനോട് പറയണം, അച്ഛാ, ഞാൻ അന്ന് അവളോട് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അവളുടെ കണ്ണിലേക്ക് ഞാൻ നോക്കിയായിരുന്നു, എല്ലാം ക്ഷമയോടുകൂടെ അവൾ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഉറപ്പായിട്ടും അവൾ പറയില്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇപ്പൊ ഫെർമിൻ പറയണ, നിനക്ക് എന്തോ ഉറപ്പാടാ, അവള് നിന്റെ ആരാടാ? ഉറപ്പായിട്ടും കൗൺസിലറോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് വേണ്ടി അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാവും, മോനെ നീ പോണ്ടാന്ന് പറയാണ്. പക്ഷെ എല്ലാ ആൾക്കാരും പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. രാത്രിയാണ് ഇവരുടെ ആ ഒരു പരിപാടി ഇവർ ഒപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അച്ഛൻ വരുന്നില്ലെങ്കിൽ എന്തായാലും ഞാൻ അവരുടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി പോവാണ്. സോ ഈ ഒരു ഫെർമിനോ ഇല്ലാതെ ബാക്കിയുള്ള എല്ലാവരും ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ കൗൺസിലറെ നോക്കുകയാണെങ്കിൽ ഇയാൾ ഏതോ ഒരു പ്രോഗ്രാമിൽ ഏതോ ഒരു പാർട്ടിയിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ടീമാണെങ്കിൽ ഇവരുടെ ഈ ഒരു പദ്ധതി അത് നടപ്പിലാക്കാനായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. പ്രധാനമായിട്ട് ഒരു JCB ആന്റോണി ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഉണ്ടാവുമല്ലോ. എല്ലാം ഓക്കെയാണ്. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു ടെൻഷൻ, ഇവരെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഫെർമിനില്ലല്ലോ. ആ ഒരു വിഷമവും ഒരു ടെൻഷനും മാത്രമേ എല്ലാവരുടെ ഉള്ളിലുള്ളൂ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോൾ ഫെർമിൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഫെർമിൻ തീരുമാനം മാറ്റി ഈ പരിപാടിക്ക് അവരുടെ കൂടെ തന്നെ നിൽക്കാന്ന് പറയാണ്. കാരണം ഓൾറെഡി എനിക്ക് എന്റെ ഭാര്യ നഷ്ടമായി, എന്റെ മകനെ കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഒരു രീതിയിലും ഈ പ്ലാനിൽ ഒരു പാളിച്ച വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല.
അപ്പോൾ ഓരോരുത്തർക്കും എന്താ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാലോ. അപ്പോൾ ആ ഒരു പറഞ്ഞ പണി ഓരോരുത്തരായിട്ട് നോക്കിക്കോ എന്ന് പറയാണ്. ഇപ്പൊ JCBയുമായിട്ട് ആന്റോണിയോ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇയാൾക്ക് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആ ഒരു മെയിൻ സ്ഥലം ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്ക് മെക്കാനിക് ആയിട്ടുള്ള റോളൻ അതുപോലെ തന്നെ ഈ ഡൈനാമിറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുള്ള മെഡിനോ ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. ഇവർ വന്ന കാറിൽ അത്യാവശ്യം ഡൈനാമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ റിമോട്ട് കാറിൽ ഒരു ചെറിയ ഡൈനാമിറ്റ് വെച്ച് ഇവരുടെ ഗ്രാമത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഈ ഒരു കാർ റിമോട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തുക. സോ ആ ഭാഗത്തേക്കുള്ള കറണ്ടും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് കട്ടായി പോവല്ലോ. വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും ഇത് ഫീൽ ആവണം. അതായത് ഒരു ഇടിമിന്നൽ സംഭവിച്ചതുപോലെയാണെന്ന് തോന്നണം. അപ്പൊ ആ ഒരു പരിപാടിയാണ് ഇവിടെ വെച്ചിട്ട് റോളനും അതുപോലെ മെഡിനോയും ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലേഡി ഉണ്ടല്ലോ കാർമൻ, ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. എല്ലാവരും തിരിച്ചു വരുമ്പോൾ അവർക്കായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇവർ നേരെ പോകുന്നത് ആ ഒരു ലോക്കറിന്റെ അടുത്തേക്കാണ്. എന്നാൽ ലോക്കറിന്റെ അടുത്തേക്ക് ഇവർ ഇപ്പൊ തന്നെ പോവില്ല, അതിന്റെ കുറച്ച് അകലെയായിട്ട് മാറി നിൽക്കുകയാണ്. ഇവർക്ക് സിഗ്നൽ കിട്ടിയാൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകുള്ളൂ. സിഗ്നൽ ആരെ കൊടുക്കേണ്ടത്? ആ ഒരു പവർ സപ്ലൈ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ടുള്ള മെഡിനോ അതുപോലെ തന്നെ റോളൻ ഇവർ ഒരു ചെറിയൊരു ഫ്ലെയർ അടിച്ചാൽ മാത്രമേ ലോക്കറിന്റെ അടുത്തേക്ക് ഇവർ പോവുള്ളൂ. അങ്ങനെയാണെങ്കിലല്ലേ പവർ കട്ടായി എന്നിവർക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പൊ റോളനെയും മെഡിനോയും കാണിക്കുകയാണ്. ഇവരുടെ കയ്യിൽ ചെറിയൊരു റിമോട്ട് ഉണ്ടല്ലോ, ഇതിൽ ചെറിയൊരു ഡൈനാമിറ്റ് സെറ്റ് ചെയ്തിട്ട് നേരെ ഉള്ളിലേക്ക് റിമോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഇവർ വിചാരിക്കുന്ന ഭാഗത്തേക്കല്ല ആ ഒരു കാറ് പോയതും പൊട്ടിയതും. ഇവർ വിചാരിച്ചതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഗ്രാമത്തിലേക്കുള്ള ലൈൻ സപ്ലൈക്ക് യാതൊരു കുഴപ്പവും പറ്റിയില്ല, കരണ്ടും പോയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരേ ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ റോളം പറയാണ്, ഒന്നും നോക്കണ്ട, നമ്മുടെ കയ്യിൽ ഈ ഒരു കാർ ഉണ്ടല്ലോ, ഒറിജിനൽ കാർ, അതുകൊണ്ട് കുറെ ഡൈനാമിറ്റ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ആക്സിലേറ്റർ തള്ളി പിടിച്ച് നമുക്ക് ഉന്തി അങ്ങോട്ട് കയറ്റാം. സോ ഡൈനാമിറ്റിന് ഇവർ ചെറുതായിട്ട് തിരി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വണ്ടി ഓണാക്കി ആക്സിലേറ്ററിൽ നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരേറ്റ തള്ളലാണ്. വണ്ടി ഉള്ളിലേക്ക് ഒരു പോക്കും പോകുന്നുണ്ട്, ഒരേറ്റ പൊട്ടലാണ്. ഇടുക്കിയിലെ കരണ്ട് വരെ പോയി എന്ന് പറയാലോ. സകലമായ ട്രാൻസ്ഫോമേഴ്സും അവിടെ വെച്ച് അടിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ സിഗ്നലും കാത്തിരിക്കുന്ന ഫെർമിനോ ഇതെന്താ ഇതൊരു ഫ്ലെയർ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് വല്ല ആറ്റം ബോംബ് ഇട്ട് പൊട്ടിച്ചവര്. എന്തായാലും ഇനി അധികം വൈകാൻ പറ്റില്ല, വേഗം തന്നെ ലോക്കറിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ ലോക്കറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അത് ഈ ഒരു ഗ്യാസ് വെൽഡർ കൊണ്ട് കട്ട് ചെയ്യാണ്. ഇവർ വന്ന കാര്യമൊന്നും കൗൺസിലർക്ക് അറിയാൻ പറ്റില്ല, കാരണം ഇപ്പൊ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സെൻസർ വർക്ക് ആവില്ല. കറണ്ട് പോയാലും സെൻസർ വർക്ക് ആവണമെങ്കിൽ ആ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു. അത് പ്ലാൻ ചെയ്ത് സെൻസർ ഈ കൗൺസിലറെ കൊണ്ട് തന്നെ ഇവർ ഊരിപ്പിച്ച് കളയും ചെയ്തു. എന്തായാലും അടുത്ത സീനിൽ ഈ കൗൺസിലറെ കാണിക്കാണ്. ഇയാൾ പാർട്ടി നടക്കുന്ന ആ ഒരു ഹാള്, അവിടെ ഇപ്പൊ കറണ്ടും കാര്യങ്ങളൊന്നുമില്ല, നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യമാണെന്ന് കൺസോളർ വിചാരിക്കുകയാണ്. എന്നാൽ എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അവര് പറഞ്ഞ കാര്യം ഏതോ കഴപ്പന്മാര് അവിടെ വെച്ച് വലിയൊരു ബോംബ് പൊട്ടിച്ചു, അതുകൊണ്ടാണ് എല്ലായിടത്തേക്കുള്ള പവർ സപ്ലൈയും ഇതുപോലെ ബ്രേക്ക് ആയി പോയതെന്ന്. അപ്പൊ തന്നെ കൗൺസിലർക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. ഇയാളൊന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിക്കുകയാണ്. ഇയാൾ ആ ഒരു ലോക്കർ വെച്ച സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് തന്നെ. ഇതേ സമയത്ത് തന്നെ ലോക്കർ ആ ഗ്യാസ് വെൽഡർ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇവരതിന്റെ ആ ഒരു ഡോറ് തുറന്നു ഉള്ളിലേക്ക് പോവാണ്. പോയി നോക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നല്ല, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മുഴുവനായിട്ടും കൗൺസിലർ അടിച്ചു മാറ്റിയ ഡോളർ കെട്ടുകെട്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അതും വേഗം വേഗം പെറുക്കി ഇവർ പാക്ക് ചെയ്തോണ്ടിരിക്കുക. ഇതേ സമയത്ത് നല്ല രീതിയിൽ സംശയം തോന്നിയ കൗൺസിലർ ചവിട്ടി വിട്ട് വരികയാണ് കേട്ടോ അങ്ങോട്ട്. കൗൺസിലർ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ഒരു വെളിച്ചം കാണുന്നുണ്ട്. കള്ളന്മാര് വന്നു, പണി പോളി നീയാൾക്ക് മനസ്സിലായി. ഇയാൾ വീണ്ടും ചവിട്ടി വിടുകയാണ്. എന്നാൽ പെട്ടെന്ന് കാർ പോയിട്ട് ഒരു കുഴിയിലേക്ക് അങ്ങ് വീഴുകയാണ്. നടു റോട്ടിൽ ഒരു കുഴിയോ, അതിലാണെങ്കിൽ നിറച്ച് ചെളിയും വെള്ളവും, കാറാണെങ്കിൽ അനങ്ങുന്നില്ല. ഇതാണ് നമ്മുടെ ആന്റോണിയോ ചെയ്തു വെച്ച പരിപാടി. എങ്ങാനും ഈ ഒരു വിവരം അറിഞ്ഞ് ഈ ഒരു കൗൺസിലർ ഇങ്ങോട്ടേക്ക് വേഗം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോക്കറിന്റെ അടുത്തേക്ക് ഇയാൾ എത്താതിരിക്കാനാണ് റോട്ടിൽ ഇമാതിരി ഒരു പരിപാടി JCB കൊണ്ട് നമ്മുടെ ആന്റോണിയോ ഒപ്പിച്ചു വെച്ചത്. ഇപ്പൊ വണ്ടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഓടി അവിടെ എത്തുമ്പോഴേക്കും കള്ളന്മാരുടെ വഴിക്ക് പോവുകയും ചെയ്യും. ഭ്രാന്തളിയ കൗൺസിലർ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അങ്ങോട്ടേക്ക് തുരുതുരാ വെടിവെക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും കാശ് മുഴുവനായിട്ട് കളക്ട് ചെയ്തിട്ട് ഇവർ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ ആയിട്ട് അവിടെ തീയിട്ടിട്ടാണ് ഇവർ പോകുന്നത്. നല്ല ദേഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ഈ കൗൺസിലർ ഓടിയെത്തുന്നത്. ഇയാൾ വന്നു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, സകലതും നഷ്ടമായെന്ന്. നിലത്തിരുന്ന് തല തല്ലി കരിയാണ് ഇയാളിപ്പോ. എന്തായാലും അനുഭവിക്കട്ടെ, ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കരയിപ്പിച്ച ആളല്ലേ. അതുപോലെ നമ്മുടെ ടീംസിന് നോക്കുകയാണെങ്കിൽ ഇവർ വിചാരിച്ചതുപോലെ പ്ലാൻ ചെയ്തതുപോലെ ഇവരുടെ കാശ് ഇവർക്ക് തിരിച്ചു കിട്ടി. ബാക്കിയുള്ള കാശ് ഇവർ പറഞ്ഞതുപോലെ തന്നെ ചാരിറ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവസാനം കയ്യിൽ കാശ് കിട്ടിയല്ലോ. ഫെർമിന്റെ ഭാര്യ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു ഫാക്ടറി ഇവർ വിലക്ക് വാങ്ങുകയാണ്. ശരിക്കും ഇവർക്ക് വേണ്ടി മാത്രമായിട്ടല്ല അത് മേടിച്ചത്, ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ്. ഈ നാട്ടിലെ മിക്ക ആൾക്കാരും കർഷകരാണ്. എന്തായാലും ഈ ഫാക്ടറി തുടങ്ങിയത് കൊണ്ട് തന്നെ 57 പേർക്ക് ഇവർക്ക് ജോലി തന്നെ കൊടുക്കാൻ പറ്റി. നല്ല രീതിയിൽ തന്നെ ആ ഗ്രാമത്തിലെ ആൾക്കാർ ഈ ഒരു ഫാക്ടറി കൊണ്ട് ഇനി ജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ആയിട്ടുള്ള ഫ്ലോറയെ നോക്കുകയാണെങ്കിൽ അവൾ എന്തായാലും കൗൺസിലറോട് ഇതുപോലെ ഒരു കാര്യം ചെന്ന് പറഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ എന്തായാലും 100% ഉറപ്പാണല്ലോ. ഒരു ദിവസം ഈ ഫ്ലോറ നമ്മുടെ റോഡ്രിഗയെ കാണാൻ വേണ്ടി വരികയാണ്. അവനോടൊരു കാര്യം പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ബോയ് ഫ്രണ്ട് കാര്യങ്ങളൊന്നുമില്ല, അന്ന് ഞാൻ അത്ര പ്രിപ്പയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ പറയാതിരുന്നത്. ഇപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയാണ്. റോഡ്രിഗോയ്ക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. അവരുടെ വിവാഹം കഴിഞ്ഞു, അവസാനം അവർക്കൊരു കുഞ്ഞു ഉണ്ടാവുന്നുണ്ട്. ഈ സിനിമയുടെ അവസാന ഭാഗത്തിൽ ആ ഒരു പേരക്കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് ശാന്തമായിട്ടിരിക്കുന്ന നമ്മുടെ ഫെർമിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തായാലും നല്ല സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു കഥ തന്നെയല്ലേ ഇത്. ഇഷ്ടമായോ നിങ്ങൾക്ക്?
ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.